സാർ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അവന്മാര് നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്നും നോക്കാതെ ഒരു തല്ലുവാ. ചോദിക്കാനൊക്കെ വരട്ടെ, ഇവിടെ എന്താ പ്രശ്നം? അതൊന്നും അറിയില്ല സാർ. പക്ഷെ അവന്മാരപ്പുറത്തെ കോളേജിലെയാ. വെറുതെ ആരും പ്രശ്നം ഉണ്ടാക്കാൻ വരത്തില്ലല്ലോ. ഇവിടെ ഉള്ളവന്മാർ എന്താ കുരുത്തക്കാട് ഒപ്പിച്ചെന്ന് ആർക്കറിയാം? സാർ അങ്ങനെ പറയരുത്. അവന്മാർ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും നോക്കുന്നില്ല. കണ്ട പിള്ളേരെയൊക്കെ വെറുതെ കയറി തല്ലുവാ. എടാ സൂര്യ, എന്താ ഇവിടെ പ്രശ്നം? ക്യാമ്പസിനുള്ളിൽ ആര് ഇവന്മാരെയൊക്കെ കയറ്റിയത്? എന്റെ പൊന്നു സാറേ, എനിക്കറിയില്ല. ഇവന്മാരെന്തെങ്കിലും ഒപ്പിച്ചു കാണും. അതാ. ഇവിടെ ഉള്ളവന്മാരൊന്നും അത്ര നല്ലവന്മാരൊന്നും അല്ലല്ലോ. എന്റെ പൊന്നു സൂര്യ, പറഞ്ഞു നിൽക്കാൻ ടൈമില്ല. ഒരു ക്യാമ്പസ് ആയ ഇങ്ങനെയൊക്കെയുള്ള അടിപിടി കേസുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? താനും ഇവിടെ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി തന്നെയല്ലേ? തനിക്കും ഇതൊക്കെ അറിഞ്ഞുകൂടെ? അല്ല, സാർ എന്താ പറഞ്ഞു വരുന്നേ? നീ ചെന്ന് 2 പിഴ എടുത്ത് അവന്മാരെ അങ്ങ് പറഞ്ഞു വിട്ടേക്കടാ. നീ എന്താ നോക്കുന്നേ? നിന്നെ പഠിപ്പിച്ച നിന്റെ സാറ് തന്നെയാ പറയുന്നത്. നോക്കി നിൽക്കാട്ട് ചെല്ലട ചക്ക. See what I mean? The power he has is forever. Bundy, he's the macho man. Bundy, don't play the thing you can. Bundy, he's got the style of the future. Bundy. എന്റെ ദൈവം, ഇവളിത് എവിടെ പോയി കിടക്കുവാ? ചിന്നു, ഡീ. കീർത്തന, നീ എന്താ ഇവിടെ? അല്ല, എന്തോ ഇവിടെ? എന്റെ പൊന്നു സിദ്ധാർത്ഥ, എനിക്കറിയില്ല. ഞാൻ കുറെ നേരം കൊണ്ട് അവളെ തപ്പി നടക്കുവാ. എന്റെ ദൈവം, ഇനി അതിനകത്തങ്ങനെ വിട്ടുപോയോ? നീ വാ, നമുക്ക് നോക്കാം. എടോ, താനിക്ക് ആരോ? ഇറങ്ങി പോവാനല്ലേ പറഞ്ഞേ? അത് പറയാൻ നീ ആരോടി പുന്നാര മോളെ? ഡോ, എന്തോ? ഓ, നെറ്റി മുറിഞ്ഞിട്ടുണ്ട്. നല്ല ബ്ലഡ് വരുന്നുണ്ട്. നിക്ക്, ഞാൻ മരുന്ന് വെച്ച് തരാം. വേണ്ട, എനിക്ക് കുഴപ്പമില്ല. നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇന്ദു, തനിക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പോണം. എഴുന്നേൽക്ക്.
എഴുന്നേക്കോ, ഞാൻ കൊണ്ടുപോയി വിടാം. വേണ്ട, ഞാൻ പൊക്കോളാം. പറയുന്നത് കേക്ക്, ഒരുപാട് ബ്ലഡ് പോയതല്ലേ, ചിലപ്പം തല ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പൊക്കോളാം. ചിന്നു, നീ എവിടെയായിരുന്നു? ഇതെന്ത് പറ്റി? ഇന്ദു, ഇന്ദു വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അതൊന്നും വേണ്ട സിദ്ധാർത്ഥ്, ഹോസ്പിറ്റലിൽ പോകാൻ മാത്രമുള്ളതൊന്നും എനിക്കില്ല. അത് നീയാണ് ചിന്നു പറയുന്നത്? മര്യാദയ്ക്ക് നീ ഹോസ്പിറ്റലിൽ വാ. എടോ കീർത്തന, ഹോസ്പിറ്റലിൽ പോകാൻ മാത്രമുള്ളതൊന്നും അയാൾക്കില്ല. എന്നാലും സാർ, കുറെ ബ്ലഡ് പോയിട്ടില്ലേ? അടികിട്ടി മുറിഞ്ഞ പിന്നെ ബ്ലഡ് പോകാണ്ടിരിക്കുവോ? സാർ, എന്തായാലും ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോവുക. ഹലോ, എന്താടാ? ഡി പൊന്നു, ചന്തു അവിടെ ഉണ്ടോ? സാറ് സ്റ്റാഫ് റൂമിൽ കാണുവാടാ. എന്താ? നീ എങ്കിൽ ഈ കോൾ കൊണ്ടുപോയി അവന്റെ ഒന്ന് കൊടുത്തേ. എന്താടാ പാച്ചു, എന്താ കാര്യം? ഇടി പുല്ലേ, പറയുന്ന കേക്ക്, അവന്റെ കൊണ്ട് ഫോൺ കൊടുക്ക്. ഓ പട്ടി. സാർ, എന്താ? സാറിനൊരു കോൾ ഉണ്ടായിരുന്നു. എനിക്കോ? ആരാ? എന്റെ ഏട്ടനാ. കൊണ്ടുവാ. ഹലോ പാച്ചു. എന്താ സ്നേഹം, എന്നോട് മാത്രം അപ്പം മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാതെ. എന്താ? എന്നിട്ട് അവളെവിടെ? ചന്തു, നീ ടെൻഷൻ ആവൊന്നും വേണ്ട, അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എന്താ സാർ, എന്താ പ്രശ്നം? പാച്ചു, നീ എവിടാ? അവിടെ നിനക്കൊപ്പം ഉണ്ടോ? ഇല്ല, അവളെ അവിടെ ഫ്രണ്ട്സ് വിളിച്ചോണ്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. നീ ഇനി ഇതൊന്നും വീട്ടിൽ വിളിച്ച് പറയാൻ നിൽക്കണ്ട, വെറുതെ എന്തിനാ അവരെ ടെൻഷൻ ആക്കുന്നത്? അതിന് മാത്രം അവക്കൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ശരിയടാ എങ്കിൽ. ആ ഓക്കെ. സാർ, എന്താ പ്രശ്നം? പാച്ചു എന്താ പറഞ്ഞേ? അയ്യോ, എന്നിട്ട് അവക്ക് എന്ത് പറ്റി? സാർ, ഞാൻ കൂടെ വന്നോട്ടെ, എനിക്ക് അവളെ ഒന്ന് കാണണം. അതൊന്നും വേണ്ട, നിനക്ക് ക്ലാസ് ഇല്ലേ? പോ, ക്ലാസ്സിൽ ചെല്ല്. ആഹാ, എഴുന്നേറ്റോ? ചിന്നു, ഇപ്പൊ എങ്ങനുണ്ട്? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അല്ല, നിങ്ങളൊക്കെ എന്താ ഇവിടെ? എന്റെ ദൈവമേ, ഇതിന്റെ ഓർമ്മയെ അടിച്ചു പോയോ? ഒന്ന് പോയകിച്ചു. അല്ല, എനിക്ക് ഹോസ്പിറ്റലിൽ വരുന്നതൊന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ഓ അങ്ങനെ, ഞാനോർത്തു നിന്റെ ഇനി ഓർമ്മയെല്ലാം അടിച്ചു പോയിന്ന്. അല്ലെങ്കിലേ പറയുന്ന കാര്യമൊന്നും ഓർമ്മയില്ല. എന്റെ പൊന്നു ചിന്നു, വരുന്ന വഴിക്ക് നിന്റെ ബോധം പോയി. എന്തോന്ന്? എന്റെ ബോധം പോയിന്നോ? അതെപ്പോ? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ. നീ ഞങ്ങളെ ടെൻഷൻ അടുപ്പിച്ച് കളഞ്ഞു. നീ മാത്രമല്ല ഇന്ദു, ഇവളും. അതിന് ഇവളെന്ത് ചെയ്തു? ഇവളെന്ത് ചെയ്തൂന്ന് സിതുവേ പറയുന്ന കേട്ടോ, പറഞ്ഞു കൊടുക്കങ്ങോട്ട്. ഒന്നും പറയണ്ട എന്റെ ഇന്ദു, ബോധം കെട്ട് കിടന്ന നീയാണെങ്കിലും വിളിച്ചു പോവിയത് മൊത്തം ഇവളായിരുന്നു. അയ്യേ, എന്താടി തെണ്ടിയത്? ഞാനെന്താ ചത്ത് കിടക്കുമായിരുന്നോ നിങ്ങളൊന്ന് വിളിച്ചു പോവാനായിട്ട്? അത് പിന്നെ സ്നേഹം കൊണ്ടല്ലേ എന്റെ ചിന്നു, ഞാനോർത്തു നിനക്കെന്തേലും പറ്റിയെന്ന്. അയ്യോ, മതി മതി. അല്ല, ഇങ്ങനെ ഇരുന്നാ മതിയോ? വീട്ടിൽ പോവണ്ടായോ? പിന്നല്ലാണ്ട് പോവണ്ടായോ? സിധു, നീ എങ്കിൽ ചെന്ന് ഡോക്ടറിനോട് കാര്യം പറ. ശരി, നിങ്ങളെങ്കിൽ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. എന്റെ ദൈവമേ, എന്താ ഇത്? ചിന്നു, എന്ത് പറ്റി? മോളെ ചിന്നു, എന്താടാ പറ്റിയേ? അയ്യോ അങ്കിളും ആന്റി പേടിക്കാതെ, കോളേജ് ചെറിയൊരു പ്രശ്നം, അതിന്റെ ഇടയിൽ പറ്റിയതാ, അല്ലാതെ അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ആഹാ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ചിന്നു, അടിക്കും വഴക്കിനും ഒന്നും പോവരുതെന്ന്. എന്റെ പൊന്നാന്റി, അവൾ ആരോടോ അടി ഉണ്ടാക്കാനും വഴക്കിനൊന്നും പോയില്ല. ഞങ്ങളുടെ കോളേജിലെ പിള്ളേരും വേറൊരു കോളേജിലെ പിള്ളേരും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. അതിൽ പെട്ടുപോയതാ ഇവള്. അങ്ങനെയാ ഇവക്ക് ഇതൊക്കെ കിട്ടിയത്, അല്ലാതെ ഇവളൊരു വഴക്കിനും പോയിട്ടല്ല. അയ്യോ, എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിന്റെ മുഖമൊക്കെ കണ്ടില്ലേ? ഏത് കാലന്മാരാണോ എന്റെ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്റെ മമ്മി, എനിക്കൊരു കുഴപ്പമില്ല. മമ്മി പോയിതേ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. അയ്യോ, ഞാനത് മറന്നു. നിങ്ങളിരിക്കും മക്കളെ, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ചിന്നു, എന്താടി നിനക്ക് പറ്റിയേ? ആഹാ, ഇതേതാ യുദ്ധഭൂമി പുതിയൊരു ബടൻ. നിന്നെ ആരടാ ചേട്ടാ ഇങ്ങോട്ട് വിളിച്ചേ? അത് ശരിയാണല്ലോ. അല്ല ചന്തു, നീ എങ്ങനെ അറിഞ്ഞു മോളുടെ കാര്യം? അത് പാച്ചു എന്നെ വിളിച്ചു പറഞ്ഞേ. എന്തോന്ന്? അങ്ങേര് വിളിച്ച് പറഞ്ഞെന്നോ?
ആരടി ചിന്നു ഈ പാച്ചു? ആഹാ, നിങ്ങൾക്കിതൊന്നും അറിയില്ലേ? ചിന്നുമോളെ, നീ ഒന്നും പറഞ്ഞില്ലേ ഇവരോട്? ആ അത് പിന്നെ പപ്പ, ഞാൻ പിന്നെ പറഞ്ഞോളാം. എന്താടി ചിന്നു, നീ എന്താ ഞങ്ങളിൽ നിന്ന് വിളിക്കുന്നേ? എന്ത് വിളിക്കാൻ? ഒന്ന് പോയേ കിച്ചു. അല്ല, നിങ്ങൾ വന്നിട്ട് കുറെ നേരമായോ? ഏയ് ഇല്ലേട്ടാ, ഒരു 5 മിനിറ്റ് അത്രേ ആയുള്ളൂ. ആഹാ, സത്യം പറയാലോ, പാച്ചു പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ പേടിച്ചു പോയി. പിന്നെ അവൻ പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ലാന്ന്. പിന്നെ എനിക്ക് വന്ന് കണ്ടു കഴിഞ്ഞാലേ ഒരു സമാധാനം കിട്ടും, അതാ ഇങ്ങി പോന്നേ. അങ്ങനെ എന്തിനാ എന്റെ കാര്യമൊക്കെ വിളിച്ചു പറയാൻ നിൽക്കുന്നത്? ഞാനത് പെട്ട് ചത്ത അങ്ങേർക്ക് എന്താ? അല്ലെങ്കിൽ തന്നെ ഞാൻ അയാളുടെ ആരാ? നീ എന്താടി ചിന്നു തന്നെ ഇരുന്ന് പെറുപിറുക്കുന്നേ? ഏയ് ഒന്നുമില്ല. മതി മതി, ഇനി കഴിച്ചിട്ടാവാം ബാക്കി വർത്താനമൊക്കെ. അതെ അതെ, ആന്റിയെ ഫുഡൊക്കെ ഇങ്ങോട്ട് താ, വിശന്നിട്ട് വയ്യ. ഇതെന്താ മമ്മിയുടെ മുഖം കടന്നല കുത്തിയ പോലെ ഇരിക്കുന്നേ? ദേ പാച്ചു, എന്റെ കൈവാക്കിനായിരിക്കുന്നെന്നുള്ള ഓർമ്മ വേണം. ചേടാ, മമ്മിക്ക് എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്ന് ഞാൻ ഇനി അത് വിശദീകരിക്കണോ? അതെ അതെ, എന്തായാലും ഇത് കുറച്ച് മോശമായിപ്പോയി. ദേ പൊന്നു, എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വരല്ലേ? ഓ, നീ എന്തിനാ ഇനി അതിനോട് വഴക്കുണ്ടാക്കാൻ പോന്നേ? ഓ, മമ്മിക്ക് എന്താ പ്രശ്നം? ദേ പാച്ചു, എന്നെയും കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. ചിന്നു നിനക്ക് അടിഞ്ഞ പെൺകുട്ടിയൊന്നും അല്ലല്ലോ. നീ കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ചല്ലേ? എന്നിട്ട് ഏതോ ഒരുത്തൻ അതിന്റെ തല തട്ടി പൊടിച്ചിട്ട് അത് കണ്ടിട്ട് തിരിച്ചു വന്നേക്കുന്നു. ആഹാ, പിന്നെ ഞാനത് വേണമായിരുന്നു. മമ്മിയോട് ഞാൻ പറഞ്ഞല്ലേ അവൾക്ക് ഞാൻ മരുന്ന് വെച്ച് കൊടുത്തെന്ന്. പിന്നെ അവിടെ ഫ്രണ്ട്സ് തന്നെയാ പറഞ്ഞത് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാന്ന്. നീ ഇനിയൊന്നും പറയണ്ട പാച്ചു, നിനക്കും കൂടെ പോയാൽ എന്തായിരുന്നു പ്രശ്നം? എന്റെ ദൈവമേ, അതിനെങ്ങനുണ്ടോ എന്തോ. മമ്മി, നമുക്ക് ചിന്നുന്റെ വീട് വരെ ഒന്ന് പോയാലോ? നമ്മൾ ചെന്നില്ലെങ്കിൽ അങ്കിളും ആന്റി എന്ത് വിചാരിക്കും? ആ അത് ശരിയാ, സമയമായപ്പോ ആനന്ദേട്ടൻ ഇവിടെ ഇല്ലാതായി പോയല്ലോ. ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ധൈര്യമായിരുന്നു. ഇതിപ്പോ സമയം കുറെ ആയില്ലേ? അത് ശരിയാ മമ്മി, ഇനിയിപ്പോ നമ്മൾ രണ്ട് പെണ്ണുങ്ങൾ എങ്ങനെ പോകും? ദേ, രണ്ടാളും കൂടുതൽ അങ്ങ് ഷോ ഇറക്കല്ലേ, ഞാൻ കൊണ്ടുപോയിക്കോളാം. വാ, ഇനി അവളെ കാണാത്തോണ്ട് മമ്മിക്ക് ഉറക്കം വരാണ്ടിരിക്കണ്ട. ദേ, ഈ ചൂട് കഞ്ഞി അങ്ങ് കുടിച്ചാട്ടെ. എന്റെ മമ്മി, എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. എന്താ ചിന്നുമോളെ ഇത്? കുറച്ച് കഴിക്ക്, ഇത് കഴിഞ്ഞിട്ട് വേണ്ടായോ മരുന്ന് കഴിക്കാൻ? ശരിയെങ്കിൽ കൊണ്ടുപോവാ. ഇതിപ്പോ ആരാ ഈ സമയത്ത്? ചന്തു, പോയി നോക്കിക്കേ ആരാന്ന്. ആഹാ, നിങ്ങളായിരുന്നോ? വാ, കയറിയിരിക്കെ. മമ്മി, ദേ ലക്ഷ്മി ആന്റി പാച്ചൊക്കെ വന്നിരിക്കുന്നു. ഓ, ഇയാക്കെന്തേ എന്നെ കാണത്തില്ലായിരിക്കും. ആ ലക്ഷ്മി, വാ മക്കളെ, വാ ഇരിക്കെ. ചേച്ചി, മോളെവിടെ? അവക്കിപ്പോ എങ്ങനുണ്ട്? അവളെ കാണാൻ വേണ്ടിയാ ഞങ്ങൾ ഈ രാത്രിയിൽ ഇപ്പൊ ഓടി വന്നേ. ആ കുഴപ്പമില്ല, മുഖത്തൊക്കെ ചെറുതായിട്ട് കുറച്ച് നീരുണ്ട്. ഇപ്പോ ഫുഡ് കഴിച്ചിട്ട് കിടന്നേ ഉള്ളൂ. എനിക്ക് മോളെ ഒന്ന് കാണണമായിരുന്നു. എനിക്കും. അതിനെന്താ, വാ വാ. പാച്ചു, നീ പോകുന്നില്ലേ? ആ ഉണ്ട്. അല്ല മോനെ, ആനന്ദ് വന്നില്ലേ? ഇല്ലെങ്കിൽ പപ്പ നാളെ വൈകിട്ടേ വരൂ. ഓ, എങ്കിൽ പിന്നെ മോജല്ലേ. അയ്യോ, ആന്റി എന്തിനാ വിഷമിക്കുന്നേ? അതിന് മാത്രം എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റാഞ്ഞിട്ടാണ് ഈ കാണുന്ന മുറിവൊക്കെ. എന്റെ ലക്ഷ്മി, അവക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ പാവം ചിന്നു. നിനക്ക് ഇവിടെയൊക്കെ വേദനയുണ്ടോ? ആ, എന്താ പൊന്നു ഇത്? നിനക്കെന്ത് ബോധമില്ലേ? അയ്യോ സോറി ചിന്നു. സാരയില്ല. ഇനി 1-2 ദിവസത്തേക്ക് ക്ലാസ്സിലൊന്നും പോവാൻ പറ്റില്ലായിരിക്കും അല്ലേ ചിന്നു? അതെ. ഷോ, എങ്കിൽ പിന്നെ നിനക്കൊരു കമ്പനിക്ക് വേണ്ടി ഞാൻ വന്ന് കൂട്ടിരിക്കട്ടെ? എന്തോ? എങ്ങനെ? കേട്ടില്ല. എന്റെ പൊന്നു മോളെ, വേറെ ആര് കൂട്ടിരുന്നാലും നീ ഇരിക്കണ്ട. അതൊന്നും ചിലർക്ക് സഹിക്കൂല. അതാർക്കാ? അതാർക്കുമല്ല. നിനക്കെന്താ ചന്തു? പൊന്നു, മോള് വേണമെങ്കിൽ ചിന്നുവിന്റെ കൂടെ ഇവിടെ നിന്നോ. സത്യാണോ ആന്റി? ആന്റിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവിടെ നിർത്താൻ പറ്റില്ല. നീ പോടാ പ്ലീസ് ആന്റി, പ്ലീസ് മമ്മി, ഞാൻ ഇവിടെ നിന്നോട്ടെ. എനിക്ക് ചിന്നുനെ അത്ര ഇഷ്ടായിട്ടാ.
കൂടുതലങ്ങ് കൊഞ്ചല്ലേ പെണ്ണെ. കോളേജിൽ പോകാതിരിക്കാനുള്ള ഓരോരോ വഴിയേ. സാരില്ലേ ലക്ഷ്മി, അതിന്റെ ഒരു ആഗ്രഹമല്ലേ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എടി പൊന്നു, നീ ഇവിടെ എന്ത് ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്? നിനക്ക് അത്യാവശ്യം വേണ്ട വല്ല സാധനം നീ എടുത്തിട്ടുണ്ടോ? നിന്റെ ഡ്രസ്സോ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും? ഉണ്ടല്ലോ. ഏ, ഉണ്ടെന്നോ? അതെ, അതൊക്കെ നമ്മുടെ കാറിൽ ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഓഹോ, അപ്പോൾ ഫുൾ പ്ലാനിങ്ങോടെ വന്നതാണല്ലേ? പിന്നല്ലാതെ. കാന്താരി ആള് കൊള്ളാലോ. അത് നല്ല രണ്ട് തല്ല് കിട്ടാത്തതിന്റെ. ഓ, നീ ഇനി കൂടുതലൊന്നും പറയണ്ട. ലക്ഷ്മി, നീ വാ, കഴിക്കാൻ ഞാൻ എടുക്കാം. അയ്യോ വേണ്ട ചേച്ചി, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ചേച്ചി വേണ്ടാഞ്ഞിട്ടാ. ഇനി ഇതൊക്കെ പിന്നീടാവാലോ. എങ്കിലൊരു ചായയെങ്കിലും കുടിക്ക്. വീട്ടിൽ വന്നിട്ട് ഒരിത്തിരി വെള്ളം പോലും കുടിക്കാതെ അങ്ങനെ പോവണ്ട. എങ്കിൽ പിന്നെ അങ്ങനെ ആട്ടെ. ബാനു, നീ ഒന്ന് വന്നേ. എന്താ സാർ? നീ ഇങ്ങോട്ട് വാ, എന്നിട്ട് പറയാം. എന്താ സാർ, എന്താ പറയാനുള്ളേ? എന്തു പറയാൻ? സാറല്ലേ പറഞ്ഞ എന്തോ പറയാനുണ്ടെന്ന്. നീ എന്താ മണ്ടിയാണോ? ഞാൻ അവര് തമ്മിൽ സംസാരിക്കാൻ വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തതാ. അല്ലാണ്ട് നിന്നോട് ഞാൻ എന്താ പറയാനാ? ശരി, എങ്കിൽ എനിക്ക് കുറച്ച് വർക്കുണ്ട്, ഞാൻ പോവാ. ഇയൊക്കെ പോവരുതോ, അതിനിപ്പോ ഞാനെന്തോ വേണം? ഇന്ദു, തനിക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴെങ്ങനെ? വേദനയുണ്ടോ? ഇല്ല. ഓ, അല്ല, തനിക്കറിയില്ലായിരുന്നോ പുറത്തടി നടക്കുന്ന കാര്യം? ഇല്ല, എനിക്ക് അറിയില്ലായിരുന്നു. 2 ദിവസം ഇനി റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ക്ലാസ് ചെയ്യുന്നാൽ മതി. നോട്ട്സ് ഒക്കെ ഞാൻ ഇട്ട് തരാം. വേണ്ട, ഞാൻ കീർത്തനയോട് പറഞ്ഞിട്ടുണ്ട്. ഓ, എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു. ശരിയെങ്കിൽ ഗുഡ് നൈറ്റ്. മമ്മി, എന്റെ ബ്ലാക്ക് ഷർട്ട് എവിടാ? രാവിലെ തുടങ്ങി. ഇതൊക്കെ നേരത്തെ എടുത്ത് വെക്കണോന്ന് പറഞ്ഞ കേക്കില്ല ഈ ചെക്കൻ. എടാ, അതാ താഴത്തെ ഷെൽഫിലുണ്ട്. എന്റെ മമ്മി ഇവിടുന്ന് കാണുന്നില്ല. എന്റെ ടൈം പോകുക കേട്ടോ. ഷോ, ഈ ചെക്കനെയും കൂടെ തോറ്റല്ലോ. എന്താ വലിയ വീട്. ഇത് കൊള്ളാലോ. ഇതാറേ ഈ റൂം. ഒന്നൊളിഞ്ഞു നോക്കിയേക്കാം. മമ്മി, നീ എന്നടി ഇവിടെ ഇറങ്ങിപ്പോടി. ഞാനൊന്നും കണ്ടിട്ടില്ല. ഡ്രസ് കിട്ടിയോ? എടാ ചന്തു, നിന്നോടാ ചോദിച്ചത്, ഡ്രസ് കിട്ടിയോന്ന്. കിട്ടി. വേഗം റെഡിയായി വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. വേണ്ട മമ്മി, എനിക്ക് വിശപ്പില്ല. ദേ, നല്ല ചൂട് പുട്ടും കടലക്കറിയുക, വേണമെങ്കി വാ. പുട്ടും കടലക്കറിയുവോ? എങ്കിൽ ഞാൻ വരാം. ശരി, പെട്ടെന്ന് വാ. അങ്കിള് കണ്ടിട്ടില്ലേ ഞാൻ അഭിനയിച്ച ഡ്രാമയൊന്നും? ഒന്ന് കാണണം. ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ ഇങ്ങനെയുള്ള പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. എന്റെ ഡ്രാമയൊക്കെ കോളേജിലൊക്കെ എല്ലാവർക്കും എന്ത് ഇഷ്ടാന്നറിയാവോ? എല്ലാരും എന്റെ ഫാൻസാ. ആഹാ, മോളപ്പോ കോളേജിലെ ഒരു താരറാണിയാണല്ലോ. പിന്നല്ലാതെ, ഞാനൊരു ദിവസം ചെന്നില്ലെങ്കിൽ എത്ര പേരാന്നറിയാവോ എന്നെ വിളിക്കുന്നേ. പിന്നെ അവസാനം കോൾ എടുത്തെടുത്ത് ഞാൻ മരിക്കും. പപ്പായി, മമ്മി പുട്ടുണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ലേ ഉള്ളൂ. അതിനു മുമ്പേ ഇവിടെ തള്ളം തുടങ്ങിയോ? ഒന്ന് പോടാ, മോള് പറ. വേണ്ട, എന്നെ കളിയാക്കാൻ വേണ്ടിയല്ലേ, ഞാനിനി പറയില്ല. നന്നായി, പറയണ്ട. കണ്ട അങ്കിൾ ഈ സാർ പറയുന്നേ. എന്ത് സാറെന്നോ? അതൊക്കെ അങ്ങ് കോളേജില്. ഇവിടെ മോള് ചന്തുവേട്ടാന്ന് വിളിച്ചാ മതി. അതെ, ഈ സാറ് വിളി അങ്ങ് മാറ്റിയത്. പപ്പയ്ക്കും മമ്മിക്കും വേറെ ഒരു പണിയില്ലേ? മമ്മി ഫുഡ് തന്നെ, ഞാൻ കഴിച്ചിട്ട് പോട്ടെ. ആന്റി, ചിന്നു കഴിച്ചില്ലല്ലോ. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ ചെന്നതാ. അപ്പൊ അവള് വീണ്ടും കിടന്നുറങ്ങി. പിന്നെ ഞാൻ വിളിക്കാൻ നിന്നില്ല. മമ്മി, അവൾക്ക് സമയത്തിന് മരുന്ന് കൊടുക്കേണ്ടതല്ലേ, പോയി വിളിക്ക്. ആന്റി എവിടെ ഇരുന്നോ, ഞാൻ പോയി വിളിക്കാം. ചിന്നുന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം നിന്റെ കാര്യം പോയി നോക്ക്. എന്താട്ടെ ചന്തു ഇത്? മോളിതൊന്നും കാര്യാക്കണ്ട കേട്ടോ. ഏയ് ഇല്ല ആന്റി.
ഓ, അങ്ങനെ വന്നു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ പഠിച്ചോ? ഓ, തുടങ്ങി. ഇപ്പൊ എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല, നമുക്ക് നേരെ പഠിക്കാം. ഓ, ബോറടിക്കുന്നു, വരണ്ടായിരുന്നു. കീർത്തന, ഞാൻ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ തന്റെ നോട്ട് എനിക്കൊന്ന് കാണണം കേട്ടോ. എന്റെ നോട്ടാണോ സാർ? എന്തേ, തന്റെ പേര് കീർത്തന എന്നല്ലേ? തന്റെ നോട്ട് തന്നെ എനിക്ക് കാണേണ്ടത്. പറഞ്ഞു കേട്ടല്ലോ. കേട്ടു സാർ. നീ എന്താ ചിന്നു ആലോചിക്കുന്നേ? അത് ഞാൻ ക്ലാസ്സിലെ കാര്യം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. മനസ്സിലായി, ആ പൊട്ടനെ പറ്റിയായിരിക്കും. അല്ല, എന്റെ ഫ്രണ്ട് കിച്ചണിനെ പറ്റി ആലോചിച്ചതാ. ഞാനില്ലാതെ ആദ്യമായിട്ട് അവള് ക്ലാസ്സിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ. രാവിലെ വിളിച്ചപ്പോ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞതാ. പിന്നെ അവളെ ഞാനാ തള്ളി ഓടിച്ചു വിട്ടെ. ഷോ, നീ എന്ത് പണിയാ ചിന്നു കാണിച്ചത്? അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ അടിച്ച് പൊളിക്കായിരുന്നു. ബെസ്റ്റ്. എക്സാം ആണ് അടുത്ത് വരുന്നത്. ഇവിടെ അടിച്ചു പൊളിച്ചിരുന്ന ജീവിതകാലം മുഴുവനും സപ്ലൈ അടിച്ചിരിക്കേണ്ടി വരും. അയ്യോ, എന്റെ പൊന്നു ചിന്നു, പേടിപ്പിക്കാതെ. ഞാൻ പേടിപ്പിച്ചതൊന്നുമല്ല, കാര്യം പറഞ്ഞതാ. അതൊക്കെ വിട്, വേറെന്തേലും പറ, ചുമ്മാ മനുഷ്യന്റെ മൂഡ് കളയാനായിട്ട്. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതിനെന്താ, നീ ചോദിച്ചോ. നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? അതെന്താടി നീ അങ്ങനെ ചോദിച്ചേ? നിന്റെ ഏട്ടനെയും കൊണ്ട് എന്നെ കെട്ടിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? അമ്പടി, ഇവളാള് കൊള്ളാലോ. അയ്യോ അല്ല, എന്റെ ഏട്ടൻ ഒരു കുട്ടിയെ ഇഷ്ടാ. ഏട്ടൻ അവളെ കിട്ടുമെന്നാ പറയുന്നേ. എന്താ പൊന്നു, നീ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. അല്ല, നിനക്ക് എന്ത് പറ്റി? മുഖമൊക്കെ മാറിയല്ലോ. ഒന്നുമില്ല. ഞാനെങ്കിൽ പിന്നെ വരാം. അല്ല, നീ എവിടെ പോവാ? എന്തോ ചെറിയൊരു തലവേദന, എനിക്കൊന്ന് കിടക്കണമായിരുന്നു. ശരിയെങ്കിൽ പിന്നെ വാ. എന്നിട്ട് മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. എന്നാലും നമുക്ക് നാളെ അവിടം വരെ ഒന്ന് പോകണം. അതെ, ഇവിടെ നിർത്തി അങ്ങോട്ട് പോയിട്ടില്ലേ, ഇനി അവിടെ ചെന്ന് എന്തൊപ്പിച്ചോ എന്തോ. അതിനെന്താ, അവള് കുഞ്ഞല്ലേടി. ഓ, ഒരു കുഞ്ഞ് കെട്ടിക്കാറായി പെണ്ണിനെ. അല്ല, ഇവനെന്താ മിണ്ടാണ്ടിരിക്കുന്നേ? അത് പിന്നെ പൊന്നു വിടില്ലല്ലോ ഇവന് വഴക്കിടാനായിട്ട്. പോട്ടെ മോനെ, സാരയില്ല. നാളെ തന്നെ ഞങ്ങൾ പോയി പൊന്നിനെ കൂട്ടിക്കൊണ്ടുവരാം. ഇതേ പപ്പ ഒന്ന് നടത്തുന്നുണ്ടോ? മനുഷ്യനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എന്താണ് പച്ചു, എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ പോവാ. ഇവൻ ഇതെന്ത് പറ്റി? ആർക്കറിയാം. നീ വാ, നീ ഫുഡ് എടുത്ത് വെക്കോ, എനിക്ക് വിശക്കുന്നു. വരുന്നു. പൊന്നോ എവിടെ? ഇന്ന് ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അതെ ഏട്ടാ, ഞാനും അത് ഓർത്ത്. ഇവിടെ എവിടെയെങ്കിലും കാണും, അല്ലാണ്ട് എവിടെ പോവാനാ? അവള് റൂമിലുണ്ട്. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ചിന്നു, മോള് പോയി കുഞ്ഞിനെ വിളിച്ചോണ്ട് വാ. ഇവിടെ എല്ലാരും ഒരുമിച്ചിരിക്കുമ്പോ അത് മാത്രം അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്തിനാ? എന്തോന്ന്, കുഞ്ഞോ? ഞാൻ വിളിച്ചതാ പാപ്പ, അവള് വരുന്നില്ല എന്ന് പറഞ്ഞു. അതെന്ത് പറ്റി? മറ്റവരുടെ അടങ്ങിയിരിക്കാത്ത പെണ്ണാണല്ലോ. നിക്ക്, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. പോകുന്നതൊക്കെ കൊള്ളാം. സാറാണെന്നുള്ള അധികാരം എടുത്ത് അതിനെതിരെ പറയാനാണെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും. ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല, വിളിച്ചോണ്ട് വന്നാ പോരെ. ചേടാ, ഇതെന്ത് പറ്റി? ഇതെന്തേ മിണ്ടില്ലേ? വായിലെന്താ, ബനാനയാണോ? ഇനി പറ, എന്താ പ്രശ്നം? ആരോടായി പിണക്കം? എന്നെ വിട്, എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. മുഖത്ത് നോക്കി കള്ളം പറയുന്നു. എന്ത് പറ്റിയിടി? ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നും പറ്റിയില്ലെന്ന്. അല്ലെങ്കിൽ തന്നെ എനിക്കെന്തിനും പറ്റിയ സാറിനെന്താ? നീ എന്താ വിളിച്ചേ? സാറെന്നോ? ചന്തുവേട്ടാന്ന് വിളിക്കടി. സാർ എന്താ ഇത്? ചന്തുവേട്ടാന്ന് വിളിക്കടി. ചന്തുവേട്ട, മാറി നിൽക്ക. ഇല്ല, നീ എന്താ പറഞ്ഞേ? നിനക്കെന്തിനും പറ്റിയ എനിക്കെന്താണല്ലേ? എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? എനിക്കെന്തേ, നോക്കിക്കൂടെ? പൊന്നു, എന്താ വിളിച്ചേ? എന്താ കേട്ടില്ലേ? നീ എന്തിനാ ചിരിക്കുന്നേ? ഒന്നുമില്ല.
പറഞ്ഞത്. എന്തല്ലേ, എനിക്ക് കുറച്ച് കമ്മ വേണമായിരുന്നു, ഞാൻ എടുത്തോട്ടെ? എന്ത് ഗമ്മോ? അതെ, ഞാനിപ്പോൾ അതങ്ങ് എടുക്കാൻ പോവാ. നീ എന്തിനാ നോക്കുന്നേ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതാ നിന്റെ അനുഭവം പോലും ചോദിക്കാതെ നിന്നെ എനിക്ക് ചെയ്തേ. എന്നിട്ട് ചിന്നും പറഞ്ഞല്ലോ ചന്ദ്രേട്ടന് ഏതൊരു പെണ്ണിനെ ഇഷ്ടമാന്ന്. എനിക്കോ? അവൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എങ്കിൽ അവള് നിന്നെ കളിപ്പിച്ചതാ. എനിക്ക് തന്നെ ഇഷ്ടമെന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. ഇടിപട്ടി ചിന്നു. ഓ, അപ്പൊ അതായിരുന്നല്ലേ ഈ പിണക്കത്തിന്റെ കാര്യം. ചിരിച്ചോ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിന്റെ പേരിൽ പഠിക്കാതെ ഉടുപ്പി നടക്കാനാണ് പ്ലാനെങ്കിൽ പൊന്നു മോളെ നിന്നെ ഞാൻ എടുത്തിട്ട് അലക്കും, നോക്കിക്കോ. ഇല്ല, ഞാൻ പഠിച്ചോളാം. പഠിച്ചില്ലെങ്കിൽ അപ്പൊ കാണാം. വേണ്ട, ഇനി മുതൽ ഞാൻ നന്നായിക്കോളാം. പിന്നെ സാറിന് എന്നെ ഇഷ്ടമായിരുന്നോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിനെ ഇഷ്ടമായിരുന്നു. ആഹാ, എന്നിട്ടാണ് നല്ലോണം ദുഷ്ട നീ എന്നെ ഇത്രയായിട്ട് കഷ്ടപ്പെടുത്തിയേ. നീ കൊള്ളാലോ, നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും നീ എടാ പോടാന്ന് വിളിക്കാൻ തുടങ്ങിയോ? ദേ, നിന്റെ അടുത്ത് ഞാൻ എന്റെ ഇഷ്ടം പറയരുതെന്ന് വിചാരിച്ചതാ. പിന്നെ ബാക്കി പറ. അത് പിന്നെ നിന്റെ ഈ ചാമ്പയ്ക്ക പോലെ ഇരിക്കുന്ന പഴുത്ത് തൊടുത്ത് ചുണ്ടും കൊണ്ട് വന്നു നിന്നാ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഞാൻ ഇഷ്ടം പറയാൻ വൈകുന്നോറും അതിന്റെ ടേസ്റ്റ് അയ്യേ, വേണ്ട, പറയണ്ട. സത്യമായിട്ട് പലപ്പോഴും എന്റെ കൺട്രോൾ പോയിട്ടുണ്ട്. അയ്യേ, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോവാം. നീ എവിടെ പോവാന്ന്? നിക്കടി അവിടെ.